നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലനാടും ഇടനാടും അപ്പർ കുട്ടനാടും ഒന്നു ചേർന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ഭൂപ്രകൃതിയിൽ മാത്രമല്ല, കലയിലും കൃഷിയിലും രാഷ്ട്രീയത്തിലും വൈവിധ്യം നിറഞ്ഞ മണ്ണ്. 2009 പുനർവിഭജന വേളയിൽ രൂപീകരിച്ചതാണ് ഈ ലോക്സഭാ മണ്ഡലം. അതിനുശേഷമുള്ള 4ാമത്തെ തെരഞ്ഞെടുപ്പാണിത്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല, ആറന്മുള, റാന്നി, അടൂർ, കോന്നി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ മണ്ഡലങ്ങളും ഇതിൻ്റെ പരിധിയിലാണ് വരുന്നത്. ആകെ 14 ലക്ഷം വോട്ടർമാരാണുള്ളത്. കേരളത്തിൽ തന്നെ വിസ്തൃതിയിലും വോട്ടർമാരുടെ എണ്ണത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുണ്ട്. കുടിയേറ്റവും പട്ടയവും പ്രവാസവും റബ്ബറും തൊഴിൽ പ്രശ്നങ്ങളും എല്ലാം കൂടിച്ചേർന്നതാണ് പത്തനംതിട്ട മണ്ഡലം. വിഷയാധിഷ്ഠിതമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥലം കൂടിയാണിവിടം. 2009 മുമ്പ് വരെ പഴയ മാവേലിക്കര, ഇടുക്കി, അടൂർ, മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിൽപ്പെടുന്നതായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ. പുതിയ മണ്ഡലമായി പത്തനംതിട്ട വന്നതിന് പിന്നാലെ നടന്ന 3 തെരഞ്ഞെടുപ്പിലും കാറ്റ് വലതുവശത്തേക്ക് മാത്രമേ വീശിയിട്ടുള്ളൂ. ആൻ്റണി എന്ന MP ഹാട്രിക് നേട്ടവുമായി ലോക്സഭയിലേക്ക് പോയി. 15 വർഷം തികച്ച ആൻ്റോ ഇത്തവണ 4ാം അംഗത്തിന് കളത്തിലിറങ്ങി എന്നതും പ്രത്യേകത. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒരു കാലത്ത് വലത്തെ കാഞ്ഞു വീശിയ കാറ്റ് കാലാവസ്ഥ മാറിയതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൊടുങ്കാറ്റായി രൂപപ്പെട്ട് ഇടത്തേക്ക് മാറി വീശി. അനന്തരഫലമായി 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF വെന്നിക്കൊടി പാറിച്ചു. കേരളത്തിൽ CPMന് അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും പരിണിതപ്രജ്ഞനായ ഡോക്ടർ TM തോമസ് ഐസക്കിനെ തന്നെ ഇത്തവണ പത്തനംതിട്ടയിൽ ഇറക്കിയതിന് പിന്നിൽ എങ്ങനെയും മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ. BJP ദേശീയ നേതൃത്വം നേരിട്ട് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആൻ്റണിയുടെ മകൻ അനിൽ K ആൻ്റണിയെ BJP പോരിനിറക്കിയതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ പലതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി പ്രചാരണത്തിന് തുടക്കമിട്ടപ്പോൾ ദേശീയ തലത്തിൽ അനിലിൻ്റെ മത്സരത്തിന് പ്രാധാന്യം കൈവന്നു. 2019 ശക്തമായ വെല്ലുവിളി ഉയർത്തി നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് 13.5% വോട്ട് അധികമായി BJP സ്വന്തമാക്കിയ മണ്ഡലമാണിത്. എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ ജയിച്ചുകൂടാ എന്ന പ്രധാനമന്ത്രിയുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ബാധ്യത കൂടി BJP സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ഒരു കാലത്ത് UDFൻ്റെ ഉറച്ച കോട്ടയായിരുന്നു പത്തനംതിട്ട. കേരളം മൊത്ത ഇടതു തരംഗം ഉണ്ടാകുമ്പോഴും പത്തനംതിട്ടയുടെ മനസ്സ് UDFന് ഒപ്പമായിരുന്നു. എറണാകുളത്തിൻ്റെ അതേ സ്ഥിതി. ഇപ്പോൾ കേരളം മുഴുവൻ LDFനോടൊപ്പം നിൽക്കുമ്പോഴും UDFനൊരു പച്ചത്തുരുത്താണ് എറണാകുളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവെ കോൺഗ്രസ് അനുകൂല സാഹചര്യം പത്തനംതിട്ടയിൽ സൃഷ്ടിക്കപ്പെടാറുണ്ട്. 2009 ആദ്യ തെരഞ്ഞെടുപ്പിൽ ആൻ്റണിക്ക് 1,11,000 വോട്ടായിരുന്നു ഭൂരിപക്ഷം. 2014 ഇത് 56,000 വോട്ടായും 2019 എത്തിയപ്പോഴേക്കും ഭൂരിപക്ഷം 44,243 വോട്ടായും കുറഞ്ഞു. ആൻ്റോ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായപ്പോൾ ഭൂരിപക്ഷത്തിലെ ഈ കുറവ് തന്നെയാണ് LDFൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ BJPയുടെ വോട്ട് വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് ആൻ്റണിക്ക് പ്രതീക്ഷയില്ല എന്നുള്ള മട്ടിലാണ്. അപ്പോൾ തോമസ് ഐസക്കിന് ജയിച്ചു കയറാം എന്നുള്ളതാണ് CPM കണക്ക് കൂട്ടുന്നത്. പണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച ചരിത്രം കാലത്തിനൊപ്പം മാറിക്കഴിഞ്ഞു. ഇന്ന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഇടതിനൊപ്പമാണ്. പത്തനംതിട്ട ചുവന്നുവെന്ന് LDF അവകാശപ്പെടുന്നതിന് കാരണവും ഇതാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. പാർട്ടിക്ക് 3 MLA മാരാണ് ലോക്സഭാ മണ്ഡല പരിധിയിലുള്ളത്.
ദേശീയ സംസ്ഥാന രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ വിഷയമാകുമ്പോൾ ഇരു മുന്നണികളും തങ്ങളുടെ സാഹചര്യങ്ങൾ അനുകൂലമാക്കാനുള്ള ശ്രമത്തിലാണ്. 2019 ശബരിമല യുവതീ പ്രവേശന വിഷയം ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ മണ്ണാണ് പത്തനംതിട്ട. അതുവഴി വോട്ട് കണക്കിൽ വൻ കുതിപ്പ് നടത്താൻ BJPക്കായി. ഒരു ഘട്ടത്തിൽ മത്സരം UDFും BJPയും തമ്മിലായ സ്ഥിതി വരെ എത്തി. അവസാന ലാപ്പിൽ LDFും BJPയും തമ്മിലുള്ള അന്തരം 39,849 വോട്ടിലെത്തി. അടൂർ നിയമസഭാ മണ്ഡലത്തിലാകട്ടെ LDF ഒന്നാമതും BJP രണ്ടാമതുമായിരുന്നു. ഇക്കുറി നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് BJP. പക്ഷേ 2019 ശബരിമല യുവതീ പ്രവേശ വിഷയമുണ്ടായിരുന്നു. ഇന്ന് ശബരിമല യുവതീ പ്രവേശ വിഷയമില്ല. മറിച്ച് കേരളത്തിൽ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ തരംഗം കേരളത്തിൽ നിൽപ്പുണ്ട്. അത് പത്തനംതിട്ട മണ്ഡലത്തിലും അലയടിക്കാനുള്ള സാധ്യത മുഴുവനായിട്ടും കാണുന്നുണ്ട്.